ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണം സീരീസ് എപ്പിസോഡ് 5 ആണ്. നമ്മുടെ നാടൻ പലഹാരമായ അച്ചപ്പോന്നോ അച്ചുമുറുക്കെന്നൊക്കെ അറിയപ്പെടുന്ന റെസിപ്പിയാണ്. ആ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. ഇതിലേക്കായി 1 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്, നമ്മുടെ പത്തിരി ഇടാൻ. പക്ഷേ ഇതിൽ വറുക്കാത്തതാണ് കേട്ടോ, പച്ചയായിട്ടുള്ളതാണ് ആവശ്യം. ഇതിനായി 1 മുട്ടയും വേണം. പിന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിയാണ് ആവശ്യം. പിന്നെ കുറച്ച് എള്ള് വേണം. ഈ 1 കപ്പ് തേങ്ങ നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർന്ന് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. അപ്പം നല്ല കട്ടിപ്പാൽ തന്നെ വേണം കേട്ടോ. പിന്നെ ഈ ഒരു ബൗളിലേക്ക് നമ്മുടെ മുട്ട ഒന്ന് അല്പം ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചാൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റായാൽ മതി. ഇതിലേക്ക് നമ്മളിനി പഞ്ചസാര പൊടിയാണ് ചേർക്കേണ്ടത്. ചേർത്ത് നന്നായിട്ടൊന്ന് ആ പഞ്ചസാരയൊക്കെ അലിയുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്ലഫി ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വറുക്കാത്ത പച്ചയായിട്ടുള്ള നമ്മുടെ പത്തിരിപ്പൊടി ഒന്ന് ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് ഇനി ഒരു അല്പം കളർ വേണമല്ലോ, അപ്പോൾ അതിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെ തന്നെ ചേർത്ത് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കണക്കാണ് ബാറ്റർ വേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ളൂടെ ചേർക്കാം. ഇതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പം 2-3 ദിവസമായിട്ട് ഈ ഇതിൻ്റെ അച്ച് ഒന്ന് എണ്ണയിൽ മുക്കി വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് അതെങ്ങനെയാണ് സീസൺ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ എണ്ണയിൽ നന്നായിട്ടിത് ഒന്ന് വെട്ടി തിളപ്പിച്ച ശേഷം ആ ചൂടോടെ തന്നെ ഈ ഇതിൽ മാവിലൊന്ന് മുക്കിയെടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഇത് എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ. ഈ അച്ച് നന്നായിട്ട് ചൂടാവണം, എങ്കിലേ ഈ മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് വേറെ ഒന്നുമില്ല, സാധാരണ പോലെ തന്നെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് പെട്ടെന്നാവും. പെട്ടെന്ന് ഇങ്ങനെ മുട്ടയൊക്കെ ഉള്ളത് പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അച്ച് ഈ എണ്ണയിൽ തന്നെ അങ്ങനെ ഇട്ടേക്കണം കേട്ടോ. ഒരു ശകലം മാറ്റരുത്. അപ്പോൾ വീണ്ടും ഇത് വെട്ടി തിളച്ച് വീണ്ടും അത് ചൂടായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഇത് എണ്ണയിൽ തന്നെ ഇങ്ങനെ കിടക്കണം. കണ്ടല്ലോ, ഇപ്പോൾ ഈ രീതിയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മാവ് അച്ച് ഇതിലായി കഴിഞ്ഞാൽ, അതായത് ഈ അച്ചിൽ നിന്ന് ഇത് വിട്ട് വന്നാൽ പിന്നെ നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ അച്ച് നന്നായിട്ട് നല്ല ചൂടായിരിക്കണം കേട്ടോ. അതിപ്പോൾ ഈ രീതിയിൽ ഞാനിപ്പോൾ എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, കറക്റ്റാണ്. അപ്പം നമ്മൾ ഈ അച്ചിൽ നിന്ന് വിട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മാവ് കറക്റ്റാണെന്നുള്ളത് അറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. അച്ചി വറുക്ക് കഴിക്കാനും ഇഷ്ടമുള്ളവരും അത് കഴിച്ചിട്ടുള്ളവരും ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.